കണ്ടില്ലേ? ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് അടിപൊളി പപ്പടം വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഒഴിവുള്ള ദിവസങ്ങളിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ എന്നും പപ്പടം ഉണ്ടാവും. എന്നും പപ്പടം കടയിൽ നിന്ന് പോയി വാങ്ങുമൊന്നും വേണ്ട. എന്നും നമ്മുടെ സ്വന്തം പപ്പടം എടുത്ത് നമുക്ക് പൊരിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ഉഴുന്നാണ്. അത് ഞാൻ തന്നെ മിക്സിയിൽ പൊടിച്ചിട്ട് എടുക്കുകയാണ്. ഇത് ഉഴുന്ന് പൊടി കടയിൽ വാങ്ങാനും കിട്ടും. അത് വാങ്ങിയിട്ടുണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഇതേപോലെ നല്ല നൈസായിട്ട് പൊടിക്കണം. പൊടിച്ചാൽ മാത്രം പോരാ, 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് ചല്ലടയിൽ തരിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ തരി ഉണ്ടാവില്ല. തരി ഉണ്ടായാൽ നമ്മൾ കുഴച്ചാലും തരി തരി പോലെ കാണും. ഇതേപോലെ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കുക. ഇത് പൊടിക്കുന്നതിൻ്റെ മുന്നേ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയാൽ നന്നായിട്ട് വേഗം നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. ഇത് നമുക്കിനി നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് ഈ പൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്കിനി 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ശരിക്കും ഇടേണ്ടത് ബേക്കിംഗ് സോഡ അല്ല, പപ്പടക്കാരം പറഞ്ഞിട്ടൊരു കാരം വാങ്ങാൻ കിട്ടും, അതാണ് ഇടുക. നമ്മുടെ വീട്ടുകളിൽ ഇരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്, അതാണ് അതിട്ടത്. ഇനി അതിൽ നമുക്ക് അതിൻ്റെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി ബേക്കിംഗ് സോഡയും ഉപ്പും ഇതിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇത് ഉഴുന്നായതുകൊണ്ട് കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇങ്ങനെ ഈ പരുവം കുഴച്ച് വന്നാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം, എള്ളെണ്ണ. അയ്യോ, ഇനി ഇത് നന്നായിട്ട് കുഴയ്ക്കാം. നല്ലെണ്ണയാണ് ഇതിന് ഒഴിക്കേണ്ടത്, വെളിച്ചെണ്ണയും ഓയിലൊന്നുമല്ല. വെള്ളം നോക്കിയേ ഒഴിക്കാവേ, കൂടിപ്പോയാൽ നമുക്ക് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാവും. ഈ ഉഴുന്ന് മാവ് കുഴയ്ക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും. നമ്മൾ അരിപ്പൊടിയോ ഈ ചപ്പാത്തി കുഴയ്ക്കണ പോലെ ആട്ടപ്പൊടിയൊന്നും കുഴയ്ക്കണ പോലെ ഒന്നും പെട്ടെന്ന് കുഴയ്ക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ചൊരു കഷ്ടമുണ്ട് കുഴയ്ക്കാൻ. ഇതേപോലെ കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ടേബിളിലിട്ട് കുഴച്ചെടുക്കാം. ഇവിടെ നമുക്ക് കുറച്ച് നല്ലെണ്ണ പുരട്ടി കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ പുരട്ടുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ കുഴയ്ക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിൽ ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചിട്ട് പുരട്ടിയിട്ട് ഇതാക്കിയാൽ മതി. അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കില്ല. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴയ്ക്കാനാണ് പണിയേ. കല്ല് പോലെ ഉണ്ടാവും കുഴയ്ക്കുമ്പോഴേ. അത് നമ്മൾ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കണം. അതുവരെ നമുക്ക് കുഴയ്ക്കാം. ഇങ്ങനെ കുഴച്ച് നമ്മളിപ്പോൾ നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കല്ല് പോലെ ഇരുന്ന മാവ് നല്ല സോഫ്റ്റാക്കിയിട്ടുണ്ട് ഇപ്പം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നല്ലെണ്ണ പുരട്ടി കൊടുക്കാം, ഉണങ്ങാതിരിക്കാൻ. എല്ലായിടത്തും പുരട്ടണം കേട്ടോ, അടിയിലും മേലെയും. നമുക്ക് കത്തി കൊണ്ട് 2ആയിട്ട് മുറിച്ചെടുക്കാം. ഇത് നമുക്ക് റോളാക്കിയിട്ട് നമുക്ക് പരത്താനുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയാലേ ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഇത് പരത്തേണ്ട വലുപ്പത്തിനാണ് മുറിച്ചെടുക്കണത് കേട്ടോ. നമുക്കിതിൽ ഒരു തുള്ളി എണ്ണ പുരട്ടി വെക്കാം. നല്ലെണ്ണയാണ് പുരട്ടുക കേട്ടോ. ഇത് എണ്ണ പുരട്ടുന്നത് ഇത് ഉണങ്ങാതിരിക്കാനാണ്. ഇനി നമുക്ക് പപ്പടം പരത്തിയെടുക്കാം. ഇനി നമുക്ക്
ഇതൊന്നെടുത്ത് പരത്താം. ലേശം മൈദപ്പൊടി ഇട്ടാണ് ഇത് പരത്തുന്നത്. നല്ല നൈസായിട്ട് വേണം പരത്താൻ കേട്ടോ. ഇതിപ്പോൾ നല്ല നൈസായിട്ട് കടലാസ് പോലെ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? നമ്മൾ ഇപ്പുറത്ത് കൈ വെച്ചാൽ ഇപ്പുറത്ത് കാണും. കണ്ടില്ലേ? ഇങ്ങനെ കണ്ണാടി പോലെ ആയിട്ടുണ്ട്. എനിക്ക് ഷേപ്പായിട്ടൊന്നും പരത്താൻ അറിയത്തില്ല. അതുകൊണ്ട് ഞാനിത് മുറിച്ചെടുക്കുകയാണ്. എന്താ ഈ പാത്രം കൊണ്ട്. കണ്ടില്ലേ? കണ്ടില്ലേ? അടിപൊളി പപ്പടായിട്ടാ. നമുക്കിനി എല്ലാതും ഇതേപോലെ ആക്കിയെടുക്കാം. പരത്തുമ്പോൾ എത്ര നൈസായിട്ട് പരത്തിയാലും പൊടിഞ്ഞു പോകത്തൊന്നുമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും നൈസായിട്ട് പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പപ്പടം ഉണ്ടാക്കൽ കഴിഞ്ഞ് ഇനി ഇതിൻ്റെ റൗണ്ടിൽ മുറിച്ചതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് ഉണങ്ങാൻ വെക്കാം. ഒന്നൊന്നായിട്ട് അടുക്കി വെക്കാം. ഞാനിവിടെ ഒരു ടേബിളുമേ ഒരു പേപ്പർ വിരിച്ചിട്ടാണ് വെക്കുന്നത്. ഇത് അധികം വെയിലോ ചൂടോ ഒന്നും വേണ്ട. നല്ല തണലത്താണ് വെക്കുന്നത്. കാറ്റ് കൊണ്ടാണ് ഇത് ഉണങ്ങേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിന് ഉണങ്ങി വരട്ടെ. ഇത് ഉണക്കി വല്ലാതെ ഉണക്കിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ഒരു സൈഡ് ഒരു 10 മിനിറ്റ്, ഒരു സൈഡ് 10 മിനിറ്റ്, അങ്ങനെ 20 മിനിറ്റ് ഉണങ്ങിയാൽ മതി തണലത്ത് വെച്ചിട്ട്. ഇപ്പം നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ് പറഞ്ഞത്. ഈ തണുപ്പുള്ള കാലത്താണെങ്കിൽ അതിനനുസരിച്ച് വെക്കുക. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചു വെക്കാം. അങ്ങനെ ഞാൻ എല്ലാ പപ്പടവും ഉണക്കിയിട്ടെടുക്കുകയാണ്. ഇത് തണലത്ത് വെച്ച് നല്ല വടി പോലെ ഒന്നും ആവരുത്. വേഗം എടുക്കണം കേട്ടോ. ഒന്ന് കുഴഞ്ഞതാ ഇതേപോലെ ഒന്ന് കുഴഞ്ഞിരിക്കണം. കണ്ടില്ലേ? ഇങ്ങനെ ആകുമ്പോൾ എടുക്കണം. ഒരു മാക്സിമം ഒരു 20 മിനിറ്റേ വെക്കാൻ പാടുള്ളൂ. അതിൻ്റെ മേലെ വെച്ചാൽ നല്ല ഉണങ്ങി നല്ല ഇതാവുള്ളൂ. ഇത് കണ്ടില്ലേ? പപ്പടം തൂക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് വരണം. മറ്റേത് വടി പോലായാൽ പൊട്ടിപ്പോവുള്ളൂ. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ പപ്പടം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പൊരിച്ച് നോക്കണ്ടേ എങ്ങനെയുണ്ടെന്ന്? നമുക്കത് പൊരിക്കാം. എണ്ണ നല്ല ചൂടായിട്ട് നമുക്കിതിലൊരു പപ്പടം ഇട്ട് വെക്കാം. കണ്ടില്ലേ പൊള്ളി വരുന്നത്? ഇനി ഒന്ന് മറിച്ചിടാം. ഇനി അടുത്തതിടാ. എടുക്കാം. നീ ഇത് അയ്യ എന്ത് സൂപ്പറായിട്ടാ പൊള്ളി വരുന്നത്. നമ്മളുണ്ടാക്കിയ പപ്പടം എത്രത്തോളം ശരിയായിട്ടുണ്ടെന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ?
കണ്ടില്ലേ? സൂപ്പറായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്, കണ്ട. അങ്ങനെ നമ്മളെ പപ്പടം അടിപൊളിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.